നമസ്കാരം. CPM വിട്ട് കോൺഗ്രസിലെത്തിയ മുൻ MLA ഐഷ പോറ്റിക്കെതിരെ സ്ത്രീവിരുദ്ധ പരാമർശവുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അസുഖമാണെന്ന് പറഞ്ഞ് ഐഷ പോറ്റി ഒരു കമ്മിറ്റിയിലും പങ്കെടുത്തിരുന്നില്ല എന്നും ആ അസുഖം എന്താണ് എന്നിപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്നും MV ഗോവിന്ദൻ പറഞ്ഞു. അധികാരത്തിന്റെ അപ്പകഷ്ണത്തിന് വേണ്ടിയുള്ള അസുഖമായിരുന്നു ഐഷ പോറ്റിക്കെന്നും MV ഗോവിന്ദൻ പരിഹസിച്ചു. ഐഷ പോറ്റി വർഗവഞ്ചകയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. വിസ്മയം തീർക്കുമെന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. അങ്ങനെ അത്ഭുതം സൃഷ്ടിക്കുമെന്ന് പറഞ്ഞാണ് ഐഷ പോറ്റിയെ ഒപ്പം ചേർത്തത് എന്നും MV ഗോവിന്ദൻ വിമർശിച്ചു. ഐഷ പോറ്റി ഒരു കമ്മിറ്റിയിലും പങ്കെടുത്തിരുന്നില്ല, അസുഖമാണ് എന്നാണ് അപ്പോൾ പറഞ്ഞിരുന്നത്. ആ അസുഖം എന്താണ് എന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി. അധികാരത്തിന്റെ അപ്പകഷ്ണത്തിന് വേണ്ടിയുള്ള അസുഖമായിരുന്നു. ഒരു വിസ്മയവും കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല. വിസ്മയം തീർക്കാൻ പ്രായമുള്ളവരെ തിരക്കി ഇറങ്ങിയിരിക്കുകയാണ് VD സതീശൻ. ഒരു വിസ്മയവും ഒരിക്കലും കേരളത്തിൽ നടക്കില്ല. വിസ്മയം തീർത്തുകൊണ്ട് മൂന്നാം ഭരണത്തിലേക്ക് LDF പോകും. ഇതായിരുന്നു MV ഗോവിന്ദന്റെ വാക്കുകൾ. കഴിഞ്ഞ ദിവസമാണ് ഐഷ പോറ്റി കോൺഗ്രസിൽ ചേർന്നത്. ലോക് ഭവനിലെ KPCCയുടെ രാപ്പകൽ സമരവേദിയിലേക്ക് എത്തിയ അവർ കോൺഗ്രസ് അംഗത്വം സ്വീകരിക്കുകയായിരുന്നു. 3 പതിറ്റാണ്ട് നീണ്ട CPM ബന്ധം ഉപേക്ഷിച്ചാണ് അവർ കോൺഗ്രസിലെത്തിയത്. ഐഷ പോറ്റി ഇത്തവണ കൊട്ടാരക്കരയിൽ UDF സ്ഥാനാർത്ഥിയായേക്കുമെന്നാണ് വിവരം. ഇതിനായുള്ള പ്രവർത്തനങ്ങളും ആരംഭിച്ചതായിട്ടാണ് സൂചന. കഴിഞ്ഞ 5 വർഷമായി CPMുമായി അകന്നിരുന്നു. 3 തവണ കൊട്ടാരക്കരയിൽ നിന്നും MLA ആയിട്ടുണ്ട്. 3 പതിറ്റാണ്ട് കാലം CPMനൊപ്പം നിന്ന ഐഷ പോറ്റി കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസിലേക്ക് ചേക്കേറിയത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ കോൺഗ്രസിന്റെ ഷോൾ അണിയിച്ച് ഐഷ പോറ്റിയെ സ്വീകരിക്കുകയായിരുന്നു. 3 തവണ കൊട്ടാരക്കര MLA ആയിരുന്നു ഐഷ പോറ്റി. തുടർച്ചയായി 2 തവണ മത്സരിച്ച് ജയിച്ചവരെ മാറ്റി നിർത്താനുള്ള തീരുമാനം കർശനമായി നടപ്പിലാക്കാൻ തീരുമാനിച്ചതോടുകൂടി ഐഷ പോറ്റിക്ക് സീറ്റ് നിഷേധിക്കുകയായിരുന്നു. 1ാം പിണറായി സർക്കാരിൽ മന്ത്രി പദവി ആഗ്രഹിച്ചിരുന്ന വനിതാ നേതാവായിരുന്നു ഐഷ പോറ്റി. എന്നാൽ അന്ന് പരിഗണിക്കപ്പെട്ടില്ല. പിന്നീട് സീറ്റ് ലഭിക്കാതെയും വന്നതോടെ പാർട്ടിയുമായി അവർ അകലുകയായിരുന്നു. ഐഷ പോറ്റി പാർട്ടി വിട്ടതിനു പിന്നാലെ CPM നേതാക്കൾ രൂക്ഷമായ വിമർശനം നടത്തിയിരുന്നു. ഐഷ പോറ്റി വർഗവഞ്ചകയാണ് എന്നും CPM ആണ് ശരിയെന്നും പാർട്ടി വിട്ടു പോകുന്നവർ തെറ്റായ വഴിയിലാണ് എന്നും മുൻമന്ത്രി തോമസ് ഐസക് പറഞ്ഞിരുന്നു. ഐഷ പോറ്റിയുടേത് വഞ്ചനാപരമായ സമീപനമാണ് എന്നായിരുന്നു മന്ത്രി VN വാസവന്റെ പ്രതികരണം. വർഗവഞ്ചനയാണ് ഐഷ പോറ്റി ചെയ്തത് എന്നും സ്ഥാനമാനങ്ങളോടുള്ള ആർത്തി എങ്ങനെ മനുഷ്യനെ വഷളാക്കുമോ അതാണ് അവർ കാണിച്ചിരിക്കുന്നത് എന്നുമായിരുന്നു മുൻമന്ത്രിയായ മേഴ്സിക്കുട്ടിയമ്മയുടെ വിമർശനം.